രമേശ് ചെന്നിത്തല അതിലേക്ക് തത്സമയം. 10 വർഷത്തെ തെറ്റായ നടപടികൾ അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് വ്യക്തമായ ഉറപ്പ് നൽകുകയാണ്. ആർട്ടിക്കിൾ 370 അത് പുനഃസ്ഥാപിക്കും. ഏക സിവിൽ കോഡ് എന്നുള്ള ആശയത്തെ പരിപൂർണമായി പരാജയപ്പെടുത്തും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രകടന പത്രികയിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് നൽകിയ 2019 രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമുണ്ട്. CIA നടപ്പാക്കില്ല. നമ്മുടെ ഗവൺമെന്റ് വന്നാൽ, ഇന്ത്യ മുന്നണി ഗവൺമെന്റ് വന്നാൽ പൗരത്വ നിയമ ഭേദഗതി ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അത് റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളത് കോൺഗ്രസ് എടുത്ത നടപടിയുടെ ഭാഗമാണ്. നേരത്തെ തന്നെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ്, പുറത്ത് പ്രഖ്യാപിച്ചതാണ്. അതുപോലെ നിരവധിയായ കാര്യങ്ങളുണ്ട്. എല്ലാം പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് ഒരു വാചകത്തിൽ ഇതിൽ പറയുന്നുണ്ട്, എല്ലാ കരി നിയമങ്ങളും പിൻവലിക്കും, എല്ലാ വിധത്തിലുള്ള ജനദ്രോഹ നടപടികളും നമ്മൾ പുനഃപരിശോധിക്കാൻ നടപടി സ്വീകരിക്കും. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാലുമാറ്റവും കൂറുമാറ്റവും നിത്യസംഭവങ്ങളായി മാറുന്നു. ഈ പ്രകടന പത്രികയിലൂടെ യഥാർത്ഥത്തിൽ 10ാം ഷെഡ്യൂളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആര് കാലുമാറിയാലും അവര് കൂറുമാറ്റ നിരോധന നിയമത്തിൽ വരുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറപ്പ് നമ്മൾ ജനങ്ങൾക്ക് നൽകുകയാണ്. അതുപോലെ നമ്മൾ 5 ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഈ 5 ഗ്യാരണ്ടികളും സ്ത്രീകൾക്കാണെങ്കിലും യുവാക്കൾക്കാണെങ്കിലും തൊഴിലാളികൾക്കാണെങ്കിലും കർഷകർക്കാണെങ്കിലും സാധാരണക്കാർക്കും നൽകുന്ന ഈ ഗ്യാരണ്ടികൾ നമ്മൾ നടപ്പാക്കും. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ജാർഖണ്ഡിലും അതോടൊപ്പം കർണാടകത്തിലും നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോൾ പറഞ്ഞ ഗ്യാരണ്ടികൾ മുഴുവൻ നമ്മൾ നടപ്പാക്കി. ഒരു ഗ്യാരണ്ടി പോലും നമ്മൾ പിന്നേക്ക് വെച്ചില്ല. കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഈ ഗ്യാരണ്ടികൾ നടപ്പാക്കി. തെലങ്കാനയിൽ മന്ത്രിസഭ അധികാരത്തിൽ വന്ന ആദ്യത്തെ ക്യാബിനറ്റിൽ നൽകിയ ഗ്യാരണ്ടികൾ നടപ്പാക്കി. മധ്യപ്രദേശിലും രാജസ്ഥാനിലും നമ്മൾ നടപ്പാക്കുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി ആദ്യ ക്യാബിനറ്റിൽ നടപ്പാക്കി. അത് തന്നെ ഉറപ്പിച്ചു പറയുന്നു, ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സമയബന്ധിതമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ അലയൻസ് അധികാരത്തിൽ വന്നാൽ നടപ്പാക്കും എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത്, വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹ്യ ജീവിതത്തിൽ എല്ലാ രംഗത്തും സമൂലമായ മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 5 ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്ക് 50% ജോലിയിൽ ഉറപ്പുവരുത്തുന്നത്. ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിയമന നിരോധനം നിലനിൽക്കുന്നു. കോൺട്രാക്ട് വ്യവസ്ഥയിൽ ആളുകളെ നിയമിക്കുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് പരിപൂർണമായും ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാനുള്ള നടപടി സ്വീകരിക്കും. സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, ആ റിക്രൂട്ട്മെന്റ് ഇന്നവരുണ്ടാക്കിയിരിക്കുന്ന പരിഷ്കാരം വലിയ തോതിലുള്ള അപകടമുണ്ടാക്കുന്ന ഒന്നാണ്. ചെറുപ്പക്കാർക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ്. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് പഴയ രീതി നമ്മൾ പുനഃസംഘടിപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. വളരെ വിജയകരമായി നടപ്പാക്കിയതാണ്. അത് രാജ്യം മുഴുവൻ നടപ്പാക്കാൻ നടപടി. അങ്ങനെ ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അതിമനോഹരമായ, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വൻപിച്ച മാറ്റം വരുത്തുന്ന ഒരു പദ്ധതിക്കാണ് നമ്മൾ രൂപം കൊടുക്കുന്നത്. അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് 1 ലക്ഷം രൂപ വരുമാനം ഉറപ്പുവരുത്തുന്ന
ഏറ്റവും ആകർഷകമായ ഒരു പദ്ധതി ഇതിനകത്തുണ്ട്. സാമ്പത്തിക പിന്നോക്കാവസ്ഥ കാണാൻ വേണ്ടി നിർദ്ധന കുടുംബത്തിലെ ഓരോ വനിതയ്ക്കും 1,00,000 രൂപ വീതം നൽകുന്ന അങ്ങനെ ധാരാളം പുരോഗമനപരമായ നടപടികൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. ഇത് വിപുലമായി ചർച്ച ചെയ്യപ്പെടണം, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് ഇത് എല്ലാവരും കൂടി ഇത് ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രകടന പത്രിക ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.